Good morning, students. In this class, we will be discussing regarding the medication errors. Medication errors, one of the important topics. അപ്പോൾ medication errors എന്ന് വെച്ചാൽ it is broadly defined as any error in the prescribing, dispensing or administration of a drug, irrespective of whether such errors lead to adverse consequences or not, are the single most preventable cause of patient harm. അപ്പോൾ medications errors എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായി, അതായത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ, കൊടുക്കുന്നതിൽ, എടുക്കുന്നതിൽ. അപ്പോൾ ആ എറേഴ്സ് പേഷ്യൻറ്റിന് ഹാം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്താൽ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എറർ ഉണ്ടായെങ്കിൽ അതിന് നമുക്ക് മെഡിക്കേഷൻ എററായിട്ട് കൺസിഡർ ചെയ്യാം. Another one definition is a medication error is any preventable event that may cause or lead to inappropriate medication use or client harm while the medication is in control of healthcare professional or consumers. That is the second definition. മെഡിക്കേഷൻ എറർ ഉണ്ടായി, അത് പ്രിവെൻറ്റബിൾ ആയിരുന്നു, പക്ഷേ അത് പേഷ്യൻറ്റിന് ഹാം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ യൂസ് ഉണ്ടാക്കി. അപ്പോൾ അതിനെയാണ് നമ്മൾ മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത്. അപ്പോൾ മെഡിക്കേഷൻ എറേഴ്സിൻ്റെ സോഴ്സസ് നോക്കാം. സോഴ്സസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇന്നാക്യുറേറ്റ് റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രൈബിംഗ് എറേഴ്സ്. പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് ഫസ്റ്റ് എറേഴ്സായിട്ട് കണക്കാക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് അൺക്ലിയർ ഓർ ലേബലിംഗ് ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സിനെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ക്ലിയർ അല്ലാതെ ലേബൽ ചെയ്യുന്നു, അങ്ങനെ എറേഴ്സ് ഉണ്ടാകുന്നു. മിസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്ലയൻറ്റ്. പേഷ്യൻറ്റിന് നമുക്ക് മാറിപ്പോകുന്നു. ഇൻകംപ്ലീറ്റ് ഡെലിവറി ഓഫ് ഡ്രഗ്സ്. പ്രോപ്പറായിട്ട് നമ്മൾ ഫുൾ ഡോസ് കൊടുക്കുന്നില്ല. വെരിഫിക്കേഷൻ എറേഴ്സ്. പേഷ്യൻറ്റിൻ്റെ മരുന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നതിലുണ്ടാകുന്ന എറേഴ്സ്. ദെൻ യൂസ് ഓഫ് ഇനാഡിക്വേറ്റ് നോളജ്. പേഷ്യൻറ്റിന് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ നോളജ് യൂസ് ചെയ്യുന്നില്ല. ടൈം ആൻഡ് പെർഫോമൻസ് പ്രഷർ. അതായത് വർക്ക് ലോഡ് കാരണം നമ്മൾ പേഷ്യൻറ്റിന് മെഡിക്കേഷൻ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. First one is medication errors may be classified according to the stage at which they occur in the medication യൂസ് സൈക്കിൾ. മെഡിക്കേഷൻ ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ് നമുക്ക് എറേഴ്സ് ഉണ്ടാകുന്നത്, അതനുസരിച്ച് നമുക്ക് 3 സ്റ്റേജായിട്ട് മെഡിക്കേഷൻ എറേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം പ്രിസ്ക്രൈബിംഗ്, ഡിസ്പെൻസിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഈ 3 സ്റ്റേജസ് ആണ് മെഡിക്കേഷൻ സേഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ്. ഫസ്റ്റ് വൺ ഈസ് പ്രിസ്ക്രൈബിംഗ് എറർ. മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് പ്രിസ്ക്രൈബിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് നോളജ് ഓഫ് ദ പ്രിസ്ക്രൈബിംഗ് ഡ്രഗ്സ്, ഇറ്റ്സ് റെക്കമെൻഡഡ് ഡോസ് ആൻഡ് ഓഫ് ദ പേഷ്യൻ്റ് ഡീറ്റെയിൽസ്. പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ ഏത് ഡ്രഗാണ് കൊടുത്തത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഡോസ് ഇതൊന്നും അറിയാത്തൊരവസ്ഥ. ദെൻ ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, വായിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇനാക്യുറേറ്റ് മെഡിക്കേഷൻ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മൾ അലർജി ഉണ്ടോ എന്ന് നോക്കാതെ നമ്മൾ പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കുന്നു. ദെൻ കൺഫ്യൂഷൻ വിത്ത് ദ ഡ്രഗിനെ, പേഷ്യൻസിൻ്റെ മരുന്നുകൾ തമ്മിലുള്ള പേരുകൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ്, നമ്മൾ പോയിൻ്റ് ഇട്ടത് മാറിപ്പോകുന്നത് 500 mg കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 50.0 എന്നെഴുതി 50 mg കൊടുക്കുന്നു. ദെൻ യൂസ് ഓഫ് അബ്രീവിയേഷൻസ്, നമ്മൾ ഷോർട്ട് ഫോംസ് എഴുതി മാറിപ്പോകുന്നു. യൂസ് ഓഫ് വെർബൽ ഓർഡേഴ്സ്, നമ്മൾ ഫോണിൽ കൂടെയോ മറ്റോ ഓർഡേഴ്സ് സ്വീകരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രിസ്ക്രൈബിംഗ് എറേഴ്സ് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അതായത് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് മേ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് പ്രിസ്ക്രൈബിംഗ് എറേഴ്സ് റിസൾട്ടിങ് ഫ്രം ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്, അതായത് കമ്പ്യൂട്ടർ മെസ്സേജ്, കമ്പ്യൂട്ടേഴ്സിലൊക്കെ കൂടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെത്തേഡ്സിൽ കൂടെ നമുക്ക് ഓർഡേഴ്സ് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻസ് ഓർഡർ എൻട്രി സിസ്റ്റം എലിമിനേറ്റ് ദ നീഡ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഓർഡേഴ്സ് ബൈ നഴ്സിംഗ് സ്റ്റാഫ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫിസിഷ്യൻ ഓർഡർ എൻട്രി സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് നഴ്സിന് ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രിസ്ക്രൈബിംഗ് എറേഴ്സും അപ്രോച്ചസ് ഫോർ റെഡ്യൂസിങ് ദ പ്രിസ്ക്രൈബിംഗ് എറേഴ്സ്.